ഓണക്കാലത്ത് കാണുന്ന പൂക്കൾ എന്തൊക്കെയാണ്? മുക്കുറ്റി, തിരുതാളി, ചെറുള, പൂവാങ്കുറുന്നില തുടങ്ങിയ ദശപുഷ്പങ്ങൾ, താമര, തെച്ചി, തുമ്പ തുടങ്ങിയ പൂക്കൾ. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരു പൂക്കളുടെ ഘോഷയാത്ര തന്നെയാണ് നമ്മളുടെ ഈ ഓണക്കാലം. കേരളത്തിൻ്റെ ഒരു വസന്തകാലമാണ് ഓണക്കാലം എന്ന് പറയാം. ഓണക്കാലം കേരളത്തിൻ്റെ പൂക്കാലമാണ്. ദശപുഷ്പങ്ങളും തുമ്പയും താമരയും പൂത്തുലയുന്ന വസന്തകാലം. മനസ്സിൻ്റെ അവസ്ഥകൾ മനുഷ്യൻ്റെ ശരീരത്തെയും ബാധിക്കുന്നുണ്ടെന്ന് വൈദ്യശാസ്ത്രം പറയുന്നു. മാനസികജന്യ രോഗങ്ങളുണ്ടെന്ന് ആയുർവേദം. വിടർന്ന പൂക്കൾ കാണുമ്പോൾ ഏതു രോഗികളുടെയും മനസ്സൊന്ന് ശാന്തമാവും. ആ ശാന്തതയും സന്തോഷവും രോഗത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ സഹായിക്കും. ദശപുഷ്പങ്ങൾ എന്നറിയപ്പെടുന്ന 10 പൂക്കൾ കേരള സംസ്കാരത്തിൻ്റെ തന്നെ ഭാഗമായിരുന്നു. കർക്കിടക മാസം ആകുമ്പോഴേക്കും ദശപുഷ്പങ്ങൾ കേരളത്തിൻ്റെ മണ്ണിൽ വിരിഞ്ഞു തുടങ്ങും. ദശപുഷ്പം മുടിയിൽ ചൂടുക എന്നത് പണ്ടുകാലത്തൊരു ആചാരമായിരുന്നു. കർക്കിടകം ആരംഭം മുതൽ ദശപുഷ്പങ്ങളെപ്പറ്റി കേരളത്തിലെ ഹൈന്ദവ ജനങ്ങൾ ബോധവാന്മാരാണ്. ദശപുഷ്പം തലയിൽ ചൂടുന്നത് ഐശ്വര്യദായകവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാക്കുന്നതാണ് എന്നാണ് വിശ്വാസം. ഓണക്കാലത്ത് തൊടിയിലും പറമ്പിലും കാണുന്ന 10 പുഷ്പങ്ങളാണ് ദശപുഷ്പങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇവയിൽ കറുക മുതലായ ചില ചെടികൾ തന്നെ പുഷ്പമായി ഉപയോഗിക്കുന്നു. ദശപുഷ്പം ചൂടുക എന്നൊരാചാരം തന്നെ ഓണക്കാലത്ത് സ്ത്രീകൾ അനുഷ്ഠിക്കാറുണ്ട്. ഇത് ചൂടുന്നത് കൊണ്ട് പോലും ആരോഗ്യവർദ്ധന ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ശരീരത്തിൽ അനുകൂല ഊർജങ്ങൾ പ്രസരിപ്പിക്കാനുള്ള കഴിവുണ്ടത്രേ ദശപുഷ്പത്തിന്. ദശപുഷ്പം ഇതിൽ പ്രധാനമായിട്ട് മുക്കുറ്റി മുതലായിട്ടുള്ള പുഷ്പരൂപത്തിലുണ്ടെങ്കിലും കറുക, തിരുതാളി, കയ്യണ്ണി ഇവകളൊക്കെ ചെടി രൂപത്തിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഈ പർണ്ണത്തിന് തന്നെയാണ് പുഷ്പവിശേഷം, ദശപുഷ്പവിശേഷം എന്ന് പറയുന്നത്. പാതിവൃത്യത്തിൻ്റെ ചിഹ്നമായിട്ടാണ് ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. അതിൽ തന്നെ ഈ 10 പുഷ്പങ്ങളുടെ ഒരു യോഗം കൊണ്ട്, ഇതിൻ്റെ ഒരു സാമീപ്യം കൊണ്ട് നമുക്ക് കിട്ടുന്ന പ്രാപഞ്ചിക ഗുണങ്ങൾ, ആ സസ്യങ്ങൾക്കുള്ള വിശേഷ ഗുണങ്ങൾ, കയ്യണ്ണിയിലുള്ള ഒരു കറുപ്പ്, കറുകയിലുള്ള ഒരു ആയുസ്, മുക്കുറ്റിയിലുള്ള ഒരു ഭംഗി, അങ്ങനെ രൂപം, ആയുസ്, അതുപോലെ തന്നെ അതിലുള്ള ഒരു ചില രൂക്ഷത, ഇങ്ങനെയുള്ള വിശേഷ ഗുണങ്ങൾ നമ്മൾ അറിയാണ്ട് തന്നെ നമുക്ക് എത്തുന്നുണ്ട്. ശ്രേയോ ധാരണ പോഷണേ, ഇത് ശ്രേയസ്സിന് വേണ്ടിയിട്ടും അതുപോലെ ധരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ഇത് പോഷണം ചെയ്യുന്നതും ആയുരാരോഗ്യ സൗഖ്യത്തിനും അതുപോലെ തന്നെ നമ്മുടെ മനസ്സമാധാനത്തിനും അതുപോലെ നമ്മുടെ പ്രകൃതിയായിട്ടുള്ള നമുക്കുള്ള ബന്ധം പ്രകടിപ്പിക്കാനും വളരെയധികം ഉപകാരം ചെയ്യുന്നതാണ് ദശപുഷ്പത്തിൻ്റെ ധാരണവും അതുപോലെ തന്നെ പോഷണവും.